റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ നോക്കുകുത്തിയായി ട്രാഫിക് പോലീസ്. ഗതാഗതം നിയന്ത്രിച്ചത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ. ശനിയാഴ്ചയാണ് സംഭവം. സ്വകാര്യ സ്ഥാപനത്തിലെ പരിപാടിക്ക് പോകേണ്ട വാഹനങ്ങൾ മാത്രം കടത്തിവിട്ടു എന്നാണ് ആരോപണം. ദേശീയപാതയിൽ ഏറെ നേരം ബ്ലോക്ക് ഉണ്ടായെന്നും പരാതിയുണ്ട്. പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസിനെ സഹായിക്കുകയാണ് ചെയ്തതെന്നാണ് സ്ഥാപനത്തിലുള്ളവരുടെ വിശദീകരണം. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആ റോഡ്സിൻ്റെ മുകളിൽ ഈ പറയുന്ന ഹൈവേൻ്റെ മുകളിൽ കുറേ ഗുണ്ടകൾ, അതായത് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് കുറേ ഗുണ്ടകൾ അവർ നിന്നിട്ട് ഹൈവേ ബ്ലോക്ക് ചെയ്യുക. പോലീസ് അപ്പുറം നിൽക്കുന്നത് പോലീസ് വെറും നോക്കുകുത്തിയാൽ പോലീസ് നിൽക്കുക. ഈ പറയുന്ന ഗുണ്ടകൾ നിന്ന് കഴിഞ്ഞിട്ട് അവരാണ് റോഡ് ഹൈവേ ബ്ലോക്ക് ചെയ്യുക. ഹൈവേ ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് വിടുക. ജനങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ള യാതൊരു വഴിയില്ല. ഇവരവിടെ നിന്ന് വരുന്ന കല്യാണത്തിൽ എന്തിനാണ് പരിപാടിക്ക് വന്നത്, ആ പരിപാടിക്ക് വന്നവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കുക. അപ്പോൾ ജനങ്ങളെ ഒരു കാര്യം അവർക്കില്ല, ജനങ്ങളെ പ്രശ്നങ്ങൾ അവർക്ക് വിഷയമല്ല. പോലീസ് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ അവിടെ പോലീസ് ഉണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. DGP പരാതി കൊടുത്തിരിക്കുന്നത്, പോലീസ് കമ്മീഷണർ പരാതി കൊടുത്തിരിക്കുന്നത്, നടക്കാൻ വശത്തോടെ പരാതി കൊടുത്തിരിക്കുന്നത്, മുഖ്യമന്ത്രി പരാതി. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് അഭിജിത്ത് മുഴക്കുന്ന. ട്രാഫിക് പോലീസ് പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഓരോ സ്ഥാപനത്തിലും അവരുടെ പരിപാടി അനുസരിച്ച് ആളെ കടത്തിവിടാൻ അവരുടേതായ സംവിധാനം കൊണ്ടുവരാനാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ട്രാഫിക് പോലീസിംഗ് സിസ്റ്റം തന്നെ ആവശ്യമില്ലല്ലോ. ഇതിൽ പോലീസ് അനങ്ങിയോ? സുജിയ, അതാണ് ചോദ്യം. സാധാരണ നിലയിൽ ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടായാൽ പോലീസുകാരുടെ അസാന്നിധ്യത്തിൽ അവിടെയുള്ളവർ ഗതാഗതം നിയന്ത്രിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ പോലീസ് ഉണ്ടെങ്കിൽ പോലീസാണ് ആ പണിയെടുക്കുക, അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് മിനിഞ്ഞാന്നാണ്. അന്ന് വൈകിട്ട് ഈ സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഈ പരിപാടിയുടെ ഭാഗമായി നിരവധി വാഹനങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് ഈ സ്ഥാപനത്തിലെ സെക്യൂരിറ്റികൾ അവിടെ ഈ വയനാട് കോഴിക്കോട് ദേശീയപാതയിൽ എരഞ്ഞിപ്പാലത്ത് വെച്ച് ഒരു വശത്തുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിട്ടു എന്നുള്ളതാണ് ആരോപണം. ഇതിന്റെ ഭാഗമായി വളരെ സമയം മറ്റു വാഹനങ്ങൾക്ക് ഈ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. പ്രദേശവാസികളാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവർ ഇപ്പോൾ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കാണാം സുജയ. അതിൽ ഈ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ഒരു സംഘം ആളുകൾ ഒരു ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഈ പരിപാടി നടക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രം കടത്തിവിടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി സമയമാണ് വളരെ അനേകം വാഹനങ്ങൾ ആ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തത്. ഏതായാലും പരാതി നൽകിയിട്ടുണ്ട്. തങ്ങൾ ഈ പോലീസിനെ സഹായിക്കുകയാണ് ചെയ്തത് എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ നൽകുന്നത്. അവിടെ അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായി. അപ്പോൾ പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു. അതിനാൽ തങ്ങൾ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഗതാഗതം നിയന്ത്രിച്ചു. ഇതാണ് ഈ സ്ഥാപനത്തിലുള്ളവരുടെ വിശദീകരണം. ഏതായാലും പോലീസിന്റെ പണിയാണ്, ട്രാഫിക് പോലീസിന്റെ പണിയാണ് ഈ ഗതാഗതം നിയന്ത്രിക്കുക എന്നുള്ളത്. ആ സമയത്ത് തന്നെ പ്രദേശവാസികൾ അറിയിച്ചതനുസരിച്ച് നടക്കാവ് പോലീസ് അവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഈ സെക്യൂരിറ്റിക്കാരോട് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ട് ട്രാഫിക് പോലീസ് തന്നെ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം ഇപ്പോൾ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ആളാണ്. അവിടെ ആ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്നയാൾ. തൊട്ടപ്പുറത്ത് ട്രാഫിക് പോലീസിനെ നമുക്ക് കാണാം. സ്വകാര്യ പരിപാടിക്ക് മാത്രം ഉള്ള വാഹനങ്ങൾ ദേശീയപാതയിൽ ബ്ലോക്ക് ഉണ്ടാക്കി ഇങ്ങനെ ഗതാഗത നിയന്ത്രണം നടത്തിയതിന് എന്ത് തന്നെ ന്യായം പറഞ്ഞു കഴിഞ്ഞാലും അത് വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയിൽ നടപടിയെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ എന്തായാലും അധികൃതരുടെ മുന്നിലേക്ക് ദേശീയപാതയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ ട്രാഫിക് പോലീസിന്റെ പണിയെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക്, അധികൃതരിലേക്ക് വെച്ചിരിക്കുകയാണ്. അധികൃതർ നടപടിയെടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു അഭിജിത്ത്.